എന്നോടുള്ള ചോദ്യവും എനിക്ക് വിഷമമാവുമോ അല്ലെങ്കിൽ പക്ഷേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് വരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും വേറുള്ളവർ വന്ന് ചോദിക്കുകയാണ്, നിൻ്റെ ഫ്രണ്ടല്ലേ മഹീന, സോ അവർ സെപ്പറേറ്റഡ് ആണോ? അവർക്ക്, എൻ്റെ ഫ്രണ്ട്സിന് അത് അവർക്കൊരു ഇറിറ്റേഷനാണ്. പലരും എന്നോടത് പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതെൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോ ഒരിക്കൽ ഇട്ടിട്ടുണ്ടായിരുന്നു പേര് മാറ്റിയതിനെ കുറിച്ചിട്ട്. സോ അത് എൻ്റെ ഇഷ്ടത്തിന് മാറ്റിയൊരു കാര്യമാണ്. അതും ഇതും തമ്മിലൊരു ബന്ധമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതും ഇതും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഈ കാര്യം പറയണം തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പലരും എന്നോട്, നീ ഒരു വീഡിയോ നീ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളത് നീ പറഞ്ഞിട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അതെല്ലാവരും ഇനി എന്നോട് ചോദിക്കരുതെന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോടും പോയി ചോദിക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിനോട്, എൻ്റെ ഉമ്മാനോട്, എൻ്റെ വാപ്പാനോടൊക്കെ പോയിട്ട് അവർ ചോദിക്കാറുണ്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്ത് പറ്റി, നിങ്ങളുടെ മോള് അത്രയും നന്നായിട്ട് നിന്നതാണല്ലോ, അത്രയും നന്നായിട്ട് വീഡിയോസ് ഇടുന്നതായിരുന്നല്ലോ, അവർ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലോ, എന്ത് പറ്റി? അത് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യമാണ്. എന്ത് പറ്റി, എന്തുകൊണ്ട് സെപ്പറേറ്റഡ് ആയെന്ന് അതിപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാൻ താല്പര്യമില്ല. പലരുടെയും ലൈഫ് പലതാണ്. ഇപ്പോൾ ഒരാൾ, വേറൊരു കമൻറ്റ് എനിക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ആ വീഡിയോയിലും ചോദിച്ചിരുന്നൊരു കാര്യമാണ്, കാണാത്തവരുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നത്. ഞാൻ ദുബായി വന്നതിന് ശേഷം അവൾ മാറി, മീൻസ് യു എയിൽ വന്നതിന് ശേഷം, ഞാൻ നിൽക്കുന്നത് ഷാർജയിലാണ്, വർക്ക് ചെയ്യുന്നതും ഷാർജയിൽ തന്നെയാണ്. സോ യു എയിൽ വന്നതിന് ശേഷം ഞാൻ മാറി, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ അവനെ ഒഴിവാക്കി എന്നുള്ളത്, അതൊരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം സത്യാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് എല്ലാവരോടും പറഞ്ഞ് ചർച്ചാ വിഷയമാക്കാൻ താല്പര്യമില്ല. സോ അത് ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ ഫാമിലീൻ്റെ ഇടയിലും നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം അത് ഒരിക്കലും, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാവരും ഈ യു എയിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും മോശക്കാരികളാണെന്നുള്ളത്? അവിടെ പോയപ്പോൾ അവൾ അങ്ങനെയായി, അവൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയായി, അതിനൊരു ഒരു സത്യാവസ്ഥയില്ല. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഇവിടെ 100-ൽ ഒരു 80% ആൾക്കാരും, അല്ലെങ്കിൽ 90%, 95% ആൾക്കാർ ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പല ആൾക്കാരും വരുന്നത്, ഈ ഒരു യു എയിൽ നിന്നല്ല, എവിടെയാണെങ്കിലും. സോ ഞാനും ആ ഒരു ഇതിൽ തന്നെയാണ്. എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതൊരിക്കലും ഒരു പെണ്ണ് മോശക്കാരി ആവുന്നത് കൊണ്ടോ മോശക്കാരി ആവാൻ വേണ്ടി പോകുന്നതോ അല്ല. സോ പല ആൾക്കാരുടെയും ഞാൻ കമൻറ്റ് ബോക്സിൽ ദുബായി വന്നപ്പോൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ ഞാൻ പല ആൾക്കാരുടെയും വീഡിയോസിൽ ഞാൻ കാണാറുണ്ട്. അവരെ നേരിട്ട് അറിയുന്നവരാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ അറിയാത്തവരാണ് എനിക്ക് കമൻറ്റ്സ് ഇടുന്നത് എല്ലാവരും. കാരണം എന്നെ അറിയുന്നവർ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ പറയില്ല. അത് എനിക്ക് എന്നിലുള്ള വിശ്വാസമാണ്. എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. എന്നെ അറിയാത്തവർക്ക് ഞാനൊരു അപരിചിതയാണ്. അത് അവർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാം. അതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അത് അവരുടേതായ അവരെന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് അവരെ അത് ചെയ്യുള്ളൂ. സോ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത്, ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ്. പിന്നെ കാരണം ചോദിക്കേണ്ട, അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. അവൾ അത് അങ്ങനെ തേച്ചതാണ്, അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത്? അതിന് പല അർത്ഥങ്ങളുണ്ട്. ഓക്കെ, ഒന്ന്, ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും. അപ്പോൾ എനിക്കെന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്, തേയ്ക്കുക എന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ? അങ്ങനെ വിചാരിക്കരുത്. അത് ആൺകുട്ടികൾക്കും പറ്റും. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും 100% നല്ലവരല്ല. നമുക്കത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും? ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും. സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഞങ്ങൾ. അപ്പോൾ
അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട്. അതിൻ്റെ ബിഹൈൻഡ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇത് പറയണം എന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരിക, പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരിക, പലരും വെറുതെ ഇരുന്ന് വായിട്ടലയ്ക്കുക, അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത്. അറിയാത്തൊരു കാര്യം എന്തിനു പറയുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ആ കാര്യം പറയാമല്ലോ എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ റിയൽ ലൈഫും രണ്ടും രണ്ടാണ്. ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അത് പല ആൾക്കാരും പലതാണ്. ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട്, വഴക്ക് കാണിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ്. എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്, എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ, അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല. സോ എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു. അത് കാണിക്കുന്നതിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരിലേക്കും എത്തിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്താണോ എനിക്ക് സന്തോഷം അത് ഞാൻ ചെയ്യുന്നു, സന്തോഷങ്ങൾ ഞാൻ കാണിക്കുന്നു. അപ്പോൾ ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ പറ്റുന്നൊരു കാര്യമല്ല നമ്മൾ സെപ്പറേറ്റഡ്. അത് ഓരോരുത്തരുടെ ലൈഫാണ്. സഡൻലി ഒരു കാര്യം ചേഞ്ച് ആവാൻ പറ്റും. ഇന്ന് നമ്മൾ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആൾ നാളെ നന്നായി നടക്കണം എന്നില്ല. നാളെ നന്നായി നടന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കില്ല. സോ അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ, ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ ഒരാളുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറാറില്ല. അപ്പോൾ നിങ്ങൾ ഇന്നൊരാളുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരിത് ചിന്തിച്ച്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളുടെ ലൈഫിലും അതുപോലെ മറ്റുള്ളവർ ഇടപെടും. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അത് ഫെയിം കണ്ടിട്ട് കെട്ടുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്താണ് ഫെയിം? അതിന് ബിഹൈൻഡായിട്ട് ഒരു ലൈഫുണ്ട്. ഈ ഫെയിം എന്ന് പറയുന്നത് എപ്പോഴും പോകുന്നൊരു കാര്യമാണ്. അതെന്തൊരു കാര്യമാണെങ്കിലും, അതിപ്പോൾ ഒരു പൈസ ആണെങ്കിൽ പോലും അത് സഡൻലി അത് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഒരുപാട് പേര് നീ ഫെയിം കണ്ടിട്ടല്ലേ കെട്ടിയത്, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നീ ഉപേക്ഷിച്ചു എന്നുള്ളത്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ആ ഒരു ഫെയിം കണ്ടിട്ടല്ല കെട്ടിയത്, ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയതാണ്. അപ്പോൾ അതിലൊരിക്കലും ഫെയിം ഇത് അങ്ങനെ അല്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് രണ്ടുപേരുടെയും കരിയറിന് ബെസ്റ്റായിട്ടുള്ളൊരു ചോയ്സ്. അല്ലാണ്ട് രണ്ടുപേരുടെയും കരിയർ ആ ഒരു ഇതിൽ നിന്ന് നശിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ രണ്ടുപേർക്കും അത് മുന്നോട്ട് നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ. സോ അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം പറ്റാത്തൊരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുക, നമ്മളെ സ്വയം ഇഷ്ടപ്പെടുക. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരുടെ ഓരോരുത്തരുടെ അവസ്ഥയായിരിക്കാം. അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നൊരു കാര്യമല്ല. ബട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ജീവൻ നഷ്ടപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാനും എനിക്കറിയില്ല.